ഇത് ഇവിടെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായി. ഇങ്ങനെ ഇതിലൂടെ പല സ്ഥലങ്ങളിലൂടെ ആൾക്കാരുടെ മുന്നിൽ കൂടെ ഇത് ഓടുകയും ഒരു വൈകുന്നേരത്തോടു കൂടി ഇതിങ്ങനെ പലവട്ടം കണ്ടിട്ടുണ്ട് പല അയലുംകാര്. ഇത് പുലി തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് എല്ലാവരും പറയുന്നത് നല്ല വാൽനീളമുണ്ട്, നല്ല ഇടനീളത്തിലൊരു വലിയൊരു ജീവി. അത് സന്ധ്യ മയങ്ങുമ്പോൾ ഇതിലൂടെ പല വീടുകളിലെയും മുന്നിൽ കൂടെയും പുറകെ കൂടെയൊക്കെ ആയിട്ട് ഇത് ഓടുന്നതായിട്ട് കണ്ടതായിട്ടൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ നാട്ടിലെ പലരും പുലിയെ കണ്ടു എന്ന് പറയാറുണ്ട്. ഞാനടക്കം പലരും അത് വിശ്വസിച്ചില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ പറമ്പിൻ്റെ അതിർത്തിയിലായിട്ട് ഒരു മലാനെ പുലി പിടിച്ച് കഴിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇവിടെ വന്നിട്ട് അതിനെ ഇൻക്വസ്റ്റ് നടത്തി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുക. ഇതിൻ്റെ അവശിഷ്ടത്തിന് ഏകദേശം ഒരു 2 ദിവസത്തെ പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ഈ മലാൻ്റെ കാലും തലയും കുറച്ച് അസ്ഥി കഷ്ണങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം പുലി കഴിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഞാൻ ഒരു അരമണിക്കൂർ ഇവിടെ ഉണ്ട് ഒരു കഷ്ണം കൂടെ. വിളിച്ചേട്ടാ, ഇത് എപ്പോഴായിരുന്നു ഇങ്ങനെ കണ്ടത്? ഇത് ഇവിടെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായി. ഇങ്ങനെ ഇതിലൂടെ പല സ്ഥലങ്ങളിലൂടെ ആൾക്കാരുടെ മുന്നിൽ കൂടെ ഇത് ഓടുകയും ഒരു വൈകുന്നേരത്തോടു കൂടി ഇതിങ്ങനെ പലവട്ടം കണ്ടിട്ടുണ്ട് പല അയലുംകാര്. ഇത് പുലി തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് എല്ലാവരും പറയുന്നത് നല്ല വാൽനീളമുണ്ട്, നല്ല ഇടനീളത്തിലൊരു വലിയൊരു ജീവി. അത് സന്ധ്യ മയങ്ങുമ്പോൾ ഇതിലൂടെ പല വീടുകളിലെയും മുന്നിൽ കൂടെയും പുറകെ കൂടെയൊക്കെ ആയിട്ട് ഇത് ഓടുന്നതായിട്ട് കണ്ടതായിട്ടൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. 2-3 വീട്ടുകാർ അടുത്തടുത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനു മുമ്പ് വേറെ ടാപ്പിങ്ങുകാർ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ മുന്നിൽ പെടുകയും അവർ അതിനെ പേടിച്ച് കാറിക്കൊണ്ട് ഓടുകയൊക്കെ ചെയ്യുക സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഭാഗത്ത് ഇതിനെ നിരന്തരമായിട്ട് ഇതിനെ ഒരു മാസത്തോളമായിട്ട് ഈ ഏരിയയിൽ തന്നെ ഇതിനെ കാണലുണ്ടായിരുന്നു. ഇതിനെ എത്രയും പെട്ടെന്ന് ഈ വനപാലകർ ഇതിനെ പിടിച്ചുകൊണ്ട് ഇവിടെ നാട്ടിൽ നിന്ന് പോവുക. പ്രത്യേകിച്ച് ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ വീട്ടിലും റബ്ബർ ടാപ്പിങ്ങുകാരാണ് ഉള്ളത്. അവർക്ക് വൈകുന്നേരങ്ങളിൽ സാറിന് ഒരു 12 മണിയോട് കൂടിയൊക്കെ ചെയ്യുന്നവരുണ്ട് രാത്രിക്ക്. അവർക്കൊന്നും ഇപ്പം നിലവിൽ രാത്രിയോട് പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ മേലാത്തൊരു അവസ്ഥയാണ്. ടാപ്പിംഗ് എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ഈ ജീവിയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോവുക, നാട്ടുകാർക്കുള്ള ധൈര്യം കൊടുക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അപ്പം ഇവിടെ ഈ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കയറുന്നു, സത്യമാണ്? ഇതിന് മുമ്പ് സംഭവം വെച്ചാൽ പലയിടത്തും പിടിച്ചെന്ന് പറഞ്ഞ് ഇന്ന് തന്നെ ഇപ്പം ചന്ദനക്കാമ്പാറ 2 ആട്ടുംകുഞ്ഞിനെ ഒരു വീട്ടിൽ കയറി കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയാം. എന്ത് ജീവിയാണെന്ന് അറിയത്തില്ല. നിലവിൽ 2 എണ്ണത്തിനെ മിസ്സായിട്ടുണ്ട്. 2 എണ്ണത്തിനെ അവരുടെ വലിയ കാര്യമായിട്ട് വളർത്തിക്കൊണ്ടുവന്ന് 2 എണ്ണത്തിനെ ഇന്നലെ രാത്രിയിൽ പിടിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. അവർ വേണമെങ്കിൽ കൃത്യമായിട്ട് അവർ അതിൻ്റെ കാര്യങ്ങൾ പറയുകയും ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ നാട്ടുകാരായ നിങ്ങളുടെ ആവശ്യം എന്താണ്? ഞങ്ങളുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വനപാലകർ വന്നിട്ട് അതിനെ കൂട് വെച്ചോ എങ്ങനെയും അതിനെ ഇവിടെ നിന്ന് ഒഴിവാക്കുക. കാരണം ഇത് ഈ ഏരിയയിൽ കുറേ ദിവസമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം കല്ലുകെട്ടുകളുണ്ട്, അപ്പം പാറക്കെട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ ആ സാധനം ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇതിനെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക. ഇത് ഞങ്ങൾ രാവിലെ ഒരു വെള്ളം തിരിക്കാൻ പോയൊരു ചേട്ടൻ പറയുന്നത് കേട്ടിട്ടാണ്. ഓ, അങ്ങനെ. സംഭവം വെച്ചാൽ 2-3 ദിവസമായിട്ട് ഇവിടെ ഇതിന്റെ കരച്ചിൽ കേൾക്കുന്നു. കാണുന്നവരുണ്ട്, റബ്ബർ വെട്ടാൻ വരുന്നവർ കാണുന്നു. ഇത് പുലിയാണെന്ന് തോന്നുന്നവരുണ്ട്, പക്ഷെ വേറെ എന്താണെന്ന് മലാനാണ്. ഇത് ഫോറസ്റ്റുകാർ വന്നു അവരെടുത്തിട്ട് പോയി. അവരൊന്ന് കൺഫേം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവർ വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അടുത്ത് വീഡിയോ സ്പെഷ്യൽ അവർ കൊണ്ടുപോയതൊന്നും നമ്മുടെ അടുത്തില്ല. പക്ഷെ അവർ ഇതുപോലെ എന്താണെന്നുള്ളത് ഇതുവരെയും കൺഫേം ആക്കിയിട്ടില്ല. ഇതും എന്താണെന്ന് അവർ പറയുന്നില്ല, എന്ത് പിടിച്ചതാണെന്നും അവർ പറയുന്നില്ല. സംഭവം ശരിക്കും വെച്ചാൽ ഇവിടെ 4 മണി 3 മണിക്കൊക്കെ വെട്ടാൻ പോകുന്നവർ അടുത്തടുത്ത് ഉണ്ട്. അപ്പം അവരുടെ അടുത്തുള്ളത് കൊണ്ടാണ് മെയിനായിട്ട് നമ്മളിത് ഫോറസ്റ്റിനെ വിളിച്ച് പറയാൻ കാരണം. കാരണം ഇനി എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ചെയ്തത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.